പ്രിയപ്പെട്ടവരെ, നമ്മളെ LDC പരീക്ഷയുടെ പരിപാടിക്കൽ വന്നിരിക്കുകയാണ്. ഇത്രയും നാൾ എങ്ങനെ പഠിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയാണ് ഈ ഒരു മാസം നിങ്ങൾ വിനിയോഗിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്രിന്റ് നന്നായിട്ട് റിവൈസ് ചെയ്താൽ തന്നെ ഈ തവണത്തെ LDCക്ക് കയറിപ്പോകാൻ പറ്റും. നിങ്ങൾ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് പോകാതെ ഒരുപാട് നോട്ടുകൾ കളക്ട് ചെയ്യാൻ ഇനി നിൽക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നും റിവൈസ് ചെയ്ത് തീരത്തില്ല. നമ്മളൊരു കാര്യം നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി 100 പേരെ കാണുന്നു, നമ്മൾ ആരെങ്കിലും ഓർത്തിരിക്കുക ഇല്ല. അതുപോലെ ചുമ്മാ നമ്മൾ അതുപോലെ കണ്ടുപോയിട്ട് കാര്യമില്ല. നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും സംഭവിക്കുന്ന ഇതാണ്, നമ്മളിങ്ങനെ കണ്ട് മാറ്റുന്നതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ല. എല്ലാവരും കണ്ട് മാറ്റിയും നമ്മൾ പുറത്തേക്ക് ഒരു ടൗണിലേക്ക് ഇറങ്ങിയ 100 കണക്കിന് ആളെ കാണും. നമ്മൾ ഇവരെ ആരുടെയെങ്കിലും മുഖം ഓർത്തിരിക്കത്തില്ല. എന്നാൽ നമ്മൾ അടുത്ത ദിവസവും കാണും. പിന്നെയും നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കും. നമ്മൾ അവിടെ ഒരു ആദ്യത്തെ ദിവസം ആരും നമുക്കറിയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ദിവസം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് പേരെ കണ്ടുപരിചയം. പിന്നെ 3-ാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇവരെ കണ്ട് നമുക്ക് അവരെ പരിചയമാകുകയാണ് ചെയ്യണം. അതുപോലെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ പഠിച്ച കാര്യം ചുമ്മാ പഠിച്ചു അടുത്ത കാര്യം മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ആരെയും ആ ഒരു കാര്യം ഓർത്തിരിക്കത്തില്ല. നമ്മൾ പഠിച്ച സാധനത്തിനെ ഒരു 10-ലധികം തവണ റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ വേണം. അല്ലാതെ നമുക്ക് ആയിരക്കണക്കിന് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് തവണ റിവൈസ് ചെയ്യാൻ പറ്റും. ആ രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച വിജയങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പലതവണയും. 20 പേരായിട്ട് തുടങ്ങിയ സമയത്തും 19 പേരും നമ്മുടെ LDC ക്രാക്ക് ചെയ്തവരാണ്. ആ ഒരു ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെറ്റീരിയൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. ഇത്തവണത്തെ LDC ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് കൃത്യമായി അത് ഈ ഒരു മാസം കൂടി ഇനിയുണ്ട്. റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അന്വേഷിച്ച് നടക്കാതെ കൂടുതൽ കണ്ടന്റ് നമ്മുടെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ എക്കണോമിക്സ് 3 ദിവസം ഗ്യാപ്പിൽ പരീക്ഷ നടത്തുന്നു. കംപ്ലീറ്റ് ടോപ്പിക്കാണ് നടത്തുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കത് എഴുതാം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ തരുന്ന 200-ലധികം ക്വസ്റ്റ്യനാണ് എക്കണോമിക്സിൽ തന്നത്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്കണോമിക്സിൽ നിന്നുള്ള 5 മാർക്ക്. അതുപോലെ തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെയാണ് ഓരോ ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. അത് തീർത്തതിന് ശേഷം നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി 3 ദിവസം നന്നായിട്ട് അത് തന്നെ റിവൈസ് ചെയ്യുക. എന്നിട്ട് പരീക്ഷ വന്ന് എഴുതുക. നല്ല മാർക്ക് അതിനും കിട്ടും. അങ്ങനെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എക്സാം ആയി. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാമിന് നല്ല മികച്ച സ്കോറിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷും മാത്സും മലയാളവും റിവൈസ് ചെയ്യാൻ മറന്നു പോകരുത്. ഒരു കാരണവശാലും അത് മിസ്സാക്കരുത്. അത് 1 മണിക്കൂർ വീതം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്താൽ നമുക്ക് നല്ലൊരു വിജയം ഇത്തവണ ഉണ്ടാക്കാൻ സാധിക്കും. അതെല്ലാവർക്കും സാധിക്കും. നിങ്ങൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് പലരും ചോദിക്കുന്ന കാര്യം. കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യത്തിന് ഒരർത്ഥവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുന്നപ്പോഴും വിജയിക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ്. പരാജയപ്പെടുമെന്ന് വിചാരിച്ച് ആരും ഒരു യുദ്ധത്തിന് ഇറങ്ങാറില്ല. എല്ലാവരും വിജയിക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മം കറക്റ്റായിട്ട് ചെയ്യുക. നമ്മുടെ പഠനം നമ്മൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഫലം എന്താവും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നല്ല രീതിയിൽ നമ്മുടെ കർമ്മം നിർവഹിക്കുന്ന ഒരാൾക്ക് അതിന്റെ ഫലം ഈശ്വരൻ തരും. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. നല്ലൊരു ട്രെയിനിങ് ഈ വർഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നല്ലൊരു ട്രെയിനിങ് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഇനി റിവൈസ് ചെയ്ത് ഉപയോഗിക്കുക. ഈ വർഷം നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. എല്ലാ വർഷത്തെയും പോലെ നമുക്ക് നല്ലൊരു റിസൾട്ട് ആവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുക. നല്ല ഒരു ദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വിജയകുമാർ.